ദൈവരാജ്യത്തിൻ്റെ സാർവത്രികത എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ആധാരമായി മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആകൃഷ്ടരായി അനവധി ആളുകൾ യേശുവിൻ്റെ അരികിലെത്തിയിരുന്നു. ഒരു വലിയ ജനസമൂഹം യേശുവിനെ പിൻപറ്റുന്ന സന്ദർഭത്തിലാണ് യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും തന്നെ കാണുവാനായി എത്തിയത്. നിൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്നാണ് യേശുവിൻ്റെ മറുപടി. ഇത് ബന്ധങ്ങളുടെ നിഷേധമല്ല, മറിച്ച് ദൈവരാജ്യ ശുശ്രൂഷയിൽ ബന്ധങ്ങളുടെ ഒരു പുനർനിർവചനമാണ്. ബന്ധങ്ങളുടെ പുതിയ തലങ്ങളെ നിർവചിക്കുന്നതാണ് ഈ ഭാഗം. രക്തബന്ധങ്ങൾക്കപ്പുറമായ കൂട്ടായ്മ ബന്ധത്തിൻ്റെ വിശാല ദർശനമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. സകലവും പൊതുവായി എണ്ണിയ ആദിമസഭയിലെ വിശ്വാസികളെ പോലെ കൂട്ടായ്മ തലത്തിൽ ബന്ധങ്ങളെ ചേർക്കുവാൻ, ബന്ധങ്ങളിൽ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ നമുക്കാകണം. കൂട്ടായ്മയെ തളർത്തുന്ന വിഭാഗീയതയും ചേരിതിരവും ഇന്ന് നാം പലയിടത്തും കാണുന്നു. ജാതി, വർണ്ണ, ലിംഗഭേദമില്ലാതെ ക്രിസ്തുവാകുന്ന ശിരസിൻ്റെ അവയവങ്ങളായ നാം ഓരോരുത്തരും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും ദൈവരാജ്യ വിസ്തൃതിക്കും ദൈവനാമ മഹത്വത്തിനും നമ്മാൽ ആവോളം പ്രവർത്തിക്കുക എന്നതാണ് ദൈവം നാം ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിനായി ഈ നോമ്പ് നാളുകളിൽ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിന് സഹായിക്കട്ടെ.